സോ ഗൈസ് നമ്മളിന്ന് ഈ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് RDJ എന്ന നമ്മൾ അറിഞ്ഞാണ് ഇപ്പോൾ ഡോക്ടർ ഡൂമായിട്ട് വരാൻ പോകുന്നു സീക്രട്ട് വാസ്. സോ നിങ്ങൾക്ക് സീക്രട്ട് വാസ് എന്താണെന്ന് മനസ്സിലായില്ലെങ്കിൽ നമ്മുടെ ചാനലിൽ ഷോർട്ട് വീഡിയോ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ നമ്മുടെ കമ്മ്യൂണിറ്റി ടാബിൽ ഇട്ട് ചെയ്യാം. നിങ്ങൾ കയറി ചെക്കൗട്ട് ചെയ്താൽ മതി നമ്മുടെ ചാനലിൽ തന്നെ. സോ നമ്മൾ RDJ അയൺമാൻ ആയിട്ട് കാസ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ RDJ അയൺമാൻ അല്ല. സത്യം പറഞ്ഞ സോ ഗൈസ് എനിക്കത് RDJ എന്ന അയൺമാനായിട്ട് എനിക്ക് കാണാൻ പറ്റുള്ളൂ. സോ എൻ്റെ വായിൽ നിന്ന് അങ്ങനെ വരുള്ളൂ, തെറ്റിപ്പോയി. RDJ നമ്മുടെ സാക്ഷാൽ നമ്മുടെ ഡോക്ടർ ഡൂമായിട്ടാണ് കാസ്റ്റ് ചെയ്തത്. നിങ്ങൾക്കറിയാം ഡോക്ടർ ഡൂം എന്ന ക്യാരക്ടർ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യം എന്ന് പറഞ്ഞാൽ ആ സീക്രട്ട് വാസ് എന്ന് കേൾക്കപ്പം സത്യം പറയാൻ ഡോക്ടർ ഡൂമിൽ അത് അവർക്ക് ഒരിക്കലും ആ സ്റ്റോറി കൊണ്ടുകൊണ്ട് പോകാൻ പറ്റത്തില്ല. കാര്യം നിങ്ങൾ കോമിക്സ് വായിച്ചവർക്കാണെങ്കിൽ എന്തായാലും അറിയായിരിക്കും. മാത്രമല്ല ഇതിൽ ഇവർ ശരിക്കും പറഞ്ഞാൽ RDJ എന്തുകൊണ്ട് കൊണ്ടുവന്നു എന്ന് ചോദിച്ചാൽ ഒരു കണക്ക് നോക്കിയാൽ RDJ തന്നെ വരണമെന്നില്ല. അത് എനിക്ക് സത്യം പറഞ്ഞാൽ RDJ വന്നത് എനിക്കിഷ്ടപ്പെട്ടു, ഇല്ലെന്ന് ഞാൻ പറയില്ല. പക്ഷേ RDJ വന്നത് അവരൊരു തരം ഒരു ടെക്നിക്കൽ, അത് അവരുടെ രീതിയിൽ നോക്കുകയാണെങ്കിൽ നല്ല പൈസ വരാം. പിന്നെ RDJക്ക് സാലറി ആയിട്ട് കൊടുത്തേക്കുന്നത് 80 മില്യനാണ് ഏത് സീക്രട്ട് വാസിലും ഡൂംസ്ഡേയിലും വരാനായിട്ട്. പിന്നെ ശരിക്കും ഇനി നമുക്ക് നോക്കാം എങ്ങനെയാണ് RDJ അതായത് ആ ഡോക്ടർ ഡൂം എന്ന ക്യാരക്ടർ ഇനി മൾട്ടിവേഴ്സ് ആക്കി ഇവരെങ്ങനെ യൂസ് ചെയ്യാൻ പോകുന്നത് നമുക്ക് ജസ്റ്റ് അപ്പോൾ ഇപ്പോൾ പല ഫാൻസൊക്കെ വേറൊരു ഡൗട്ടുണ്ട്. നമ്മുടെ RDJ എന്താ അയൺമാൻ്റെ ഒരു കറപ്റ്റഡായിട്ട് ഡോക്ടർ ഡൂം വേരിയൻ്റ് ആയിട്ടാണോ കാണിക്കാൻ പോകുന്നത്, അതോ സാക്ഷാൽ നമ്മൾ ഡൂം അണ്ണനായിട്ട് തന്നെ കാണിക്കുമെന്ന്. സോ അയൺമാൻ്റെ വേരിയൻ്റ് ആയിട്ടാണ് ഇവന്മാർ സീക്രട്ട് വാസിൽ കാണിക്കണമെങ്കിൽ സത്യം പറഞ്ഞാൽ ഞാൻ പറയാം അതൊരു ലേസി റൈറ്റിംഗ് എന്നേ പറയുള്ളൂ. അതായത് അത് ഒരിക്കലും ആ ഒരു തരത്തിന്, അതായത് ഈ അയൺമാൻ എന്ന മാൻഡല്ലേ, സത്യം പറഞ്ഞാൽ അയൺമാൻ എന്നൊരു ക്യാരക്ടറിനെ നമ്മുടെ ഇൻഫിനിറ്റി സാഗയുടെ ഒരു ബെസ്റ്റ് സെൻഡ് ഓഫും കൊടുത്ത് തീർത്ത് വെച്ചേക്കുന്ന ക്യാരക്ടറാണ്. ഞാൻ പറയുകയാണ് അയൺമാൻ്റെ ലെഗസി, ആ ലെഗസിക്ക് നല്ല പണി കിട്ടും ഇവന്മാരെ ഇങ്ങനെ കൊണ്ടുവരികയാണെങ്കിൽ. സത്യം പറയാം, കാരണം ഒരു അയൺമാൻ്റെ ഒരു കറപ്റ്റഡായിട്ട് വേരിയൻ്റ് ആയിട്ടാണ് കൊണ്ടുവരണമെങ്കിൽ, ഡോക്ടർ ഡൂമിനെ കൊണ്ടുവരണമെങ്കിൽ അത് ഞാൻ പറയും എല്ലാ അർത്ഥത്തിലും ലേസി റൈറ്റിംഗ്, അങ്ങനെ ഒരിക്കലും കൊണ്ടുവരത്തില്ല. ഇത് ശരിക്കും RDJ ഒരു കാസ്റ്റ് ചെയ്തിരിക്കുന്ന ഡോക്ടർ ഡൂം ആയിട്ട് തന്നെയാണ്. പിന്നെ അവന്മാർ പറയുന്നത് മാർവലിൻ്റെ മൾട്ടിവേഴ്സ് എന്നൊക്കെ പറയപ്പോൾ അതിലൊരു പോസിബിലിറ്റി സത്യം പറഞ്ഞാൽ കൊണ്ടുവരാൻ പറ്റും RDJ. പിന്നെ ഇതിൽ സത്യം പറഞ്ഞാൽ RDJ ഇതിൽ വരപ്പോൾ നമുക്ക് എക്സ്പെക്ട് ചെയ്യേണ്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് പുള്ളിക്കാരൻ അടുത്ത ഡൂമായിട്ടാണ് വരുന്നത്. അപ്പോൾ ഡൂം പുള്ളിയുടെ ആ ഒരു ആക്ടിങ് സ്കില്ല് കാണാൻ ഞാൻ വെയിറ്റ് ചെയ്യുന്നുണ്ട്. രണ്ട്, ഇവർ സ്റ്റോറി ആയിട്ട് കൊണ്ടുവരണമെങ്കിൽ എനിക്ക് തോന്നുന്നത് ഈ ഫാൻറ്റാസ്റ്റിക് ഫോറിലെ ഇനി വരാൻ പോകുന്ന മാർവലിലെ ഫാൻറ്റാസ്റ്റിക് ഫോർ എന്തായാലും ഇപ്പോൾ കൺഫേം ചെയ്തിട്ടുണ്ട് വേറൊരു യൂണിവേഴ്സ് നടക്കുന്ന കഥയാണ്. അത് 60s നടക്കുന്ന കഥയാണെന്നാണ് പറഞ്ഞത്. സോ ഒന്നെങ്കിൽ ഈ മൂവിയിൽ നമ്മുടെ RDJയുടെ ഒരു ഇൻട്രൊഡക്ഷൻ നമുക്ക് കാണാൻ ചാൻസ് ഉണ്ട് ഡൂം വേർഷൻ്റെ. അത് ഒന്നെങ്കിൽ നിയർ പോസ്റ്റ് ക്രെഡിറ്റ് സീൻ അല്ലെങ്കിൽ ഇതിൻ്റെ എൻഡിങ്ങിലായിരിക്കാം. പിന്നെ ഓൾറെഡി ഈ ഒരു മൂവിയിൽ റൂമറുണ്ട് ഗലാക്ടസ് ആണ് വില്ലനായിട്ട് വരണേന്ന്. എന്തായാലും RDJ ആ മൂവി വരാൻ ഫാൻറ്റാസ്റ്റിക് ഫോർ എന്ന് പറയുമ്പോൾ ഡൂമായിട്ട് ഏറ്റവും കണക്റ്റഡ് ആയിട്ടുള്ളൊരു മൂവിയാണ്, എന്തായാലും കൊണ്ടുവരും. രണ്ട്, ഇവന്മാർ എന്തായാലും അവഞ്ചേഴ്സ് ഇൻഫിനിറ്റി വാർ എൻഡ് ഗെയിം ഈ 2 സിനിമയുടെ ഡയറക്ടറായ നമ്മുടെ റൂസോ മാമന്മാരാണ് ഡയറക്റ്റ് ചെയ്യാൻ പോകുന്നത്. മാത്രമല്ല ആ കംപ്ലീറ്റ് ടീമും വരുന്നുണ്ട്. അതായത് വിൻ്റർ സോൾജർ, സിവിൽ വാർ, ഈ മൂവിയിലൊക്കെ സ്ക്രിപ്റ്റ് എഴുതിയ അവഞ്ചേഴ്സ് ഇൻഫിനിറ്റി വാർ എൻഡ് ഗെയിം ഇതിനൊക്കെ സ്ക്രിപ്റ്റ് എഴുതിയ ഇവരെല്ലാവരും വരുന്നത് കൊണ്ട് പണി അറിയാനുള്ളവന്മാരുടെ കയ്യിലാണ് കൊടുത്തേക്കുന്ന മാർവൽ. അതുകൊണ്ട് എന്തായാലും ഇവന്മാർ നല്ല രീതിയിൽ സ്റ്റോറി ആയിട്ട് പോകും. രണ്ട്, നമുക്ക് ഓൾറെഡി അറിയാൻ റൂമേഴ്സ് ഉണ്ട് അവഞ്ചേഴ്സ് 5 എന്ന് പറയുമ്പോൾ ഏകദേശം 60ഓളം ക്യാരക്ടേഴ്സ് കാണും എന്നാണ് അവർ പറഞ്ഞത്. സോ എല്ലാവർക്കും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ പറ്റുന്ന ഒരു കഴിവുള്ള ഡയറക്ടർമാർ തന്നെയാണ് റൂസോ മാമന്മാർ. പിന്നെ ഇവന്മാർക്ക് പ്രാന്തന്മാരാണ് രണ്ടാമത്തെ കാര്യം റൂസോ ബ്രദേഴ്സ് എന്ന് പറയുമ്പോൾ അവർ സത്യം പറഞ്ഞാൽ കോമിക് ബുക്ക് പ്രാന്തന്മാരാണ്. അതുകൊണ്ടാണ് അവർ പറഞ്ഞല്ലോ ഞങ്ങൾ ഇനി ഡയറക്റ്റ് ചെയ്യണമെങ്കിൽ ഞങ്ങൾ സീക്രട്ട് വാസ് ആയിരിക്കും. അത് അവർക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടൊരു കോമിക് ബുക്കാണ് അവർ പറഞ്ഞത്. എന്തായാലും അങ്ങനെയുള്ള ഒരു ഫാൻ്റെ കൊടുത്ത് എങ്ങനെ ഇരിക്കും. അതുകൊണ്ട് എനിക്ക് കുറച്ച് പ്രതീക്ഷയുണ്ട് ഇവന്മാരായതുകൊണ്ട്, ഈ റൂസോ മാമന്മാരായതുകൊണ്ട്. രണ്ട്, ഇനി ഡൂംസ്ഡേയിൽ നമ്മൾ RDJ കൊണ്ടുവരപ്പം സത്യം പറഞ്ഞാൽ അവർ RDJ നമുക്കൊരിക്കലും ആ ഒരു വില്ലനിസം നമുക്ക് സത്യം പറഞ്ഞാൽ അതിൽ കാണാൻ കഴിയും. ഇനി നമ്മുടെ ഇൻഫിനിറ്റി സാഗ എടുക്കുകയാണെങ്കിൽ നമ്മൾ ഏകദേശം 10-22 പടങ്ങളുണ്ട്. അതിൽ ഓരോ പടത്തിൽ അവർക്ക് നല്ല ടൈം ഉണ്ടായിരുന്നു. നമ്മുടെ സ്റ്റാനോസ് എന്നൊരു മെഗാ വില്ലനെ അവർ എസ്റ്റാബ്ലിഷ് ചെയ്ത് കൊണ്ടുവരാം. അതുകൊണ്ടാണ് അത് ഓഡിയൻസായിട്ട് പെട്ടെന്ന് കണക്ട് ചെയ്തത്. അതായത് ഇപ്പം ഡോക്ടർ ഡൂം എന്ന ക്യാരക്ടർ നമ്മൾ MCU ഇതുവരെ കണ്ടിട്ടില്ല. സോ അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു മുന്നേ ഒരു പരിചയമുള്ള ഒരു ക്യാരക്ടറിനെ കൊണ്ടുവന്ന് ഡൂമായിട്ട് കൊണ്ടുവന്നത്. ഇനി കൊമിക്സിലെ അയൺമാൻ്റെ ഒരു വേരിയൻ്റ് ഡോക്ടർ ഡൂം ആയിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഒരു വാട്ട് ഇഫ് കൊമിക്സിൽ ഒരിക്കൽ നടന്നിട്ടുണ്ട്. അതായത് വിക്ടർ വാൻ ഡൂമും നമ്മുടെ ഡോണി സ്റ്റാർക്കും തമ്മിൽ, അത് വേറൊരു യൂണിവേഴ്സാണ്, അവർ തമ്മിൽ കോളേജ് മേറ്റ്സാണ്. അങ്ങനെ പുള്ളിക്കാരൻ ആ ഒരു കൊമിക്സിൽ നമ്മുടെ ഒരു മൈൻഡ് സോള് തമ്മിൽ അവർ ഷിഫ്റ്റ് ചെയ്ത് അങ്ങനെ
ഒരു കറപ്റ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റോറി കാണിക്കുന്നുണ്ട്. സോ അതൊരിക്കലും ഇവിടെ കൊണ്ടുവരത്തില്ല, കാരണം അത് എന്തായാലും കൊണ്ടുവരത്തില്ല, അത് ഉറപ്പ് തന്നെയാണ്, എനിക്കങ്ങനെ തോന്നുന്നത്. സോ ഇനി ഒരു പക്ഷേ നമ്മുടെ ഡോക്ടർ ഡൂം എത്രത്തോളം പവർഫുൾ വില്ലനാണെങ്കിൽ എം സിയിൽ കാണിക്കാൻ ചിലപ്പോൾ ഒരു പക്ഷേ ഇപ്പോൾ നമ്മുടെ ഗോഡ് ഓഫ് മൾട്ടിവേഴ്സ് ആരാണ്, നമ്മുടെ ലോക്കിയാണ്. ഇനി പുള്ളിക്കാരൻ വേഴ്സസ്, അതായത് നമ്മുടെ RDJ ഡൂം വേഴ്സസ് ലോക്കി എന്നൊരു ഫൈറ്റ് വരാം ചിലപ്പോൾ എം സിയിൽ, എന്തായാലും കാണിക്കാം. കാരണം എന്നാലേ ആദ്യം, കാരണം ഇൻഫിനിറ്റി വാറിൽ സത്യം പറയാം ഒരു ബെസ്റ്റ് ഇൻട്രോ ആണ് ആ ടാനോസ് എന്നൊരു ക്യാരക്ടർ കൊടുത്തത്. അതായത് നീ ആലോചിച്ച് നോക്ക്, തുടക്കം തന്നെ ഏറ്റവും മോസ്റ്റ് പവർഫുൾ ക്യാരക്ടേഴ്സിനെ ഡിഫീറ്റ് ചെയ്തിട്ടാണ് കാണാൻ നിൽക്കണത്. അപ്പോൾ നമുക്ക് അയ്യോ ഇവിടെ ഇവൻ ഒരു വലിയൊരു വില്ലൻ അങ്ങനെ ഒരു തോന്നൽ വരും. സോ ആ ഒരു ഗൂസ് ബോംബ് ഒരു സീൻ കിട്ടാൻ വേണ്ടി ചിലപ്പോൾ ഒരു പക്ഷേ ഞാൻ വെയിറ്റ് ചെയ്യുന്നൊരു കാര്യം ഇത് RDJ ഡോക്ടർ ഡൂം വേഴ്സസ് ലോക്കി എന്നൊരു ഫൈറ്റ് കാണാനാണ്. കാര്യം അത് വന്നാലേ നമ്മുടെ RDJ ഡോക്ടർ ഡൂമിന് അത്രയും പവർഫുൾ എത്ര ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നുള്ളൂ. സോ അങ്ങനെ കാണിക്കാം ഒരു പക്ഷേ, ഇതൊക്കെ നിഗമനമാണ്, വേറെ കാര്യം. സോ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? താഴെ കമൻറ്റ് ചെയ്യുക. ഈ കാരണം എന്ന് പറഞ്ഞാൽ ഈ ഒരു കോമിക്സിൽ സത്യം പറഞ്ഞാൽ നമ്മുടെ വിക്ടർ വാൻ ഡൂം നമ്മുടെ ടോണി സ്റ്റാർക്കിൻ്റെ മൈൻഡാണ് അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നത്. സോ അതൊരിക്കലും അങ്ങനെ കൊണ്ടുവരാതിരിക്കുന്നതാണ് നല്ലത്. പിന്നെ അല്ലെങ്കിൽ MCUവിന് വേണ്ടി വേറൊരു പുതിയൊരു ഓറിജിൻ കൊണ്ടുവരും. എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കാം, അതേ എനിക്ക് പറയാനുള്ളൂ.